നമ്മുടെ കൂട്ടത്തിൽ മറ്റൊരു ചൊണക്കുട്ടി. ആരാ ഈ കീ ചെയിനിലെ പാവ? സത്യമല്ല, എന്നോട് നിൽക്കുമ്പോ ഭയങ്കര ടൈനി. ചെയിനിലെ പാവ അമൃത എന്നാണ് കുഞ്ഞിന്റെ പേര്. ഓ അതെ, അമൃത കുഞ്ഞ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 5ാം ക്ലാസ്. 5ാം ക്ലാസ്സില്. ഭയങ്കര കിഡിലായിട്ട് അഭിനയിക്കും കേട്ടോ. ഭയങ്കര ഓൾറൗണ്ടർ ആണ്. ഡബ് സ്മാഷ് ഒക്കെ ചെയ്യും. അപ്പൊ ഞങ്ങക്ക് വേണ്ടി പെർഫോം ചെയ്യോ? ഇവിടെയുള്ള ആരെങ്കിലും വേണോ പെർഫോം ചെയ്യാൻ? ലൂവി ചേട്ടൻ്റെ ഞാൻ തെറ്റിക്കും കേട്ടോ. നോബി മാമൻ, നോബി അങ്കിളുടെ കൊച്ചുള്ളി. കൊച്ചിന്റെ ഒരു ആഗ്രഹം. കളങ്ക ഹൃദയത്തിൽ നിന്നൊരു ചേട്ടാന്ന് വിളി വന്നപ്പം അതെ. അത് പഠിച്ച് ആരും പഠിപ്പിച്ചതല്ല. അതെ അതെ അതെ. അതിനൊരാളെ കാണുമ്പോ തോന്നും അതാ ചേട്ടനാണോ അങ്കിളാണോ. അത് ദൂരെ നോക്കണോണ്ടാണ്. അടുത്ത അതെ, പിള്ളേര് കൺഫ്യൂഷൻ ആകും. ആദ്യമായിട്ട് ഓഡിയൻസ് ആയിട്ട് ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞല്ലേ. താങ്ക് യു. എന്റെ ഒരു കുഴപ്പമുണ്ട്, എന്നോട് അഭിനയിക്കുമ്പോ സൂക്ഷിക്കണം, ഞാൻ തെറ്റിക്കും. അങ്ങനെ ഒരു വിഷയമുണ്ട്. കുഴപ്പമുണ്ടോ? ചേട്ടാ പെർഫോം ചെയ്യാൻ റെഡിയാണോ? റെഡി റെഡി റെഡി. അമൃത കുഞ്ഞിന്റെ ഒരു ആഗ്രഹമാണ് നോബി ചേട്ടനുമായിട്ട് പെർഫോം ചെയ്യാന്നുള്ളത്. നമുക്ക് എന്നാ കണ്ടുനോക്കാം. പിന്നെ നല്ലൊരു കൈഡി കൊടുക്കാം. തെറ്റിക്കരുത്. ഓൾ ദി ബെസ്റ്റ് നോബി. താങ്ക് യു ചേച്ചി. യു നീഡ് ഇറ്റ്, യു നീഡ് ഇറ്റ്. യാ ഓക്കെ ഇട്ടോ. അവളുടെ പേരെന്തോന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്തോന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ഭാനു, ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്. കുറച്ചുകൂടെ ഡയലോഗ് ഈ വിരല് കുരുങ്ങിയത്. എങ്ങനെയുണ്ടായിരുന്നു നോബി ചേട്ടനായിട്ട് പെർഫോം ചെയ്തിട്ട്? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നോ? ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് പെർഫോം ചെയ്തു. ഇനി വലുതാകുമ്പത്തേക്കും നോബി ചേട്ടന്റെ നായികയായിട്ടൊക്കെ വരണം കേട്ടോ. നോബി ചേട്ടൻ അപ്പൂപ്പൻ. അപ്പൂപ്പൻ മോളായിട്ട്. സോറി. നമ്മുടെ ഫ്രണ്ട്സ് പോണ ടൈമിൽ ഉണ്ടായിരുന്നു ഇവിടെ. അവിടത്തെ പെർഫോമർ ആയിരുന്നു. ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സ്റ്റാൻഡപ്പ് കോമഡി. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ കുഞ്ഞാണ് അതെ, അതെ, അന്ന് പെർഫോം ചെയ്തിരിക്കും. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഹാപ്പി അല്ലേ? ആഗ്രഹങ്ങളെല്ലാം സാധിച്ചില്ലേ? ഓക്കെ, ഇനി പോകുമ്പോ നമുക്ക് അവിടുന്ന് ഒരു കേക്കും കൂടെ എടുത്തു പോവാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് കേക്കും എടുത്തു പോവാം. നോബി ചേട്ടാ, ഫുഡ് കഴിക്കാൻ സമയമായിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? പിന്നെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രേക്ഷകരെ, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഇവിടെ തീരുന്നില്ല. വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരും. അതുവരേക്കും ബൈ ബൈ.